പാലാ നഗരസഭാ ചെയർപേഴ്സൺ തിരഞ്ഞെടുപ്പിന് വോട്ടെടുപ്പ് രാവിലെ 11 മണിക്ക്. LDFന്റെയും UDF വിമതരുടെയും പിന്തുണ. മായ രാഹുലും UDF ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ റിയ ചീരാങ്കുഴിയും തമ്മിൽ മത്സരം. അട്ടിമറി പ്രതീക്ഷയിൽ UDF. CJP പ്രവർത്തകർക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയിൽ ഉന്നതാധികാര സമിതി രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഉത്തരവ് സുപ്രീം കോടതി ഇന്ന് പുറത്തിറക്കും. മുൻ സുപ്രീം കോടതി ജഡ്ജിയുടെ അധ്യക്ഷതയിലായിരിക്കും സമിതി. വിരമിച്ച CBI പോലീസ് ഉദ്യോഗസ്ഥരും സമിതി. പ്രതിഷേധിച്ചവർക്കെതിരെ FIRകൾ പിൻവലിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ കാലതാമസം വരുത്തുന്നതായി CJP ആരോപണം. കോൺഗ്രസ് പ്രവർത്തക സമിതി യോഗം ഇന്ന് ഡൽഹിയിൽ. യോഗം ഉച്ചയ്ക്ക് 3 മണിക്ക് ശേഷം ഇന്ദിരാഭവനിൽ. വിദ്യാർത്ഥി പ്രക്ഷോഭം, അയോധ്യ തട്ടിപ്പ് തുടർ സമരങ്ങൾ ചർച്ച ചെയ്യും. മുഖ്യമന്ത്രി VD സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും യോഗത്തിൽ. UAEക്ക് നേരെയുണ്ടായ മിസൈൽ ആക്രമണ ഭീഷണിക്ക് പിന്നാലെ ഇറാനുമായുള്ള എല്ലാ വ്യാപാര ഇടപാടുകളും നിർത്തിവെച്ച് UAE. ഇറാനുമായി ഒരു തരത്തിലുമുള്ള വ്യാപാര ധനവിനിമയവും നടത്തില്ലെന്ന് UAE വിദേശകാര്യ മന്ത്രാലയം. UAE ആക്രമിച്ചിട്ടില്ലെന്ന് ഇറാൻ. ഇടുക്കി അടിമാലിയിൽ വനം വകുപ്പിനെതിരെ ഗുരുതര ആരോപണവുമായി കർഷകർ. 4 ഏക്കറിലെ ഏലകൃഷി മുന്നറിയിപ്പില്ലാതെ വെട്ടി നശിപ്പിച്ചെന്ന് പരാതി. വനഭൂമിയിലെ കയ്യേറ്റം ഒഴിപ്പിക്കുക മാത്രമാണ് ചെയ്തതെന്ന് വനം വകുപ്പിന്റെ വിശദീകരണം. എനിക്ക് ജീവിക്കാൻ വേറെ ഒരു മാർഗവും ഇല്ല. ആകെ എനിക്കുള്ള സമ്പാദ്യം എന്ന് പറയുന്നത് കൃഷിയാണ്. ഇതുകൊണ്ടാണ് ജീവിക്കണേ. ഇത്രയും കാലം വിലയില്ലാതെ നഷ്ടങ്ങൾ സഹിച്ചു വന്ന് ഈ വർഷം ഇത്തിരി വിലയുണ്ടായി കഴിഞ്ഞപ്പോൾ ഈ രീതിയിൽ എനിക്ക് എന്നെ നശിപ്പിച്ച് ഇനി ആത്മഹത്യ അല്ലാതെ മറ്റൊരു മാർഗമില്ലാത്ത അവസ്ഥയിലാണ്. ഗാലെ ടെസ്റ്റിൽ ഇന്ത്യ വിജയത്തിലേക്ക്. 372 റൺസിന്റെ വിജയലക്ഷ്യവുമായി ഇറങ്ങിയ ശ്രീലങ്കയ്ക്ക് 4 വിക്കറ്റ് നഷ്ടം. 4ാം ദിനം അവസാനിക്കുമ്പോൾ ശ്രീലങ്ക 4-84. ലങ്കൻ നിരയിൽ ധനഞ്ജയ സിൽവയും സോനാൽ ദിനുഷയുമാണ് ക്രീസിൽ.